കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോട്ടയം ബ്രദർ സഭ ദൈവദാസന്മാർ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ ഗൂഗിൾ മീറ്റിങ്ങിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, ഉത്തരവാദിത്വം വഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, അതുപോലെ എല്ലാവരെയും പങ്കെടുക്കുന്ന എല്ലാവരെയും, അയൽ സഭകളിൽ നിന്നൊക്കെ പങ്കെടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഒരു മനോഹരമായ ഗാനം പാടി കേൾക്കുവാനിടയായി, ദൈവത്തെ സ്തുതിപ്പാനിടയായി ഗാനം പാടി കേൾപ്പിച്ച പ്രിയ മകൻ ക്ലീറ്റസ് ചാണ്ടപ്പിള്ളയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ധാരാളം എടുത്ത് ഉപയോഗിക്കട്ടെ. അതുപോലെ പ്രാർത്ഥനയിൽ വഹിച്ച കർത്താവിൻ്റെ ദാസനായിട്ട് സ്തോത്രം. പ്രിയ ദൈവദാസനെ സഹായിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ കേൾവിക്കാരെ എല്ലാം ദൈവത്തിൻ്റെ വചനം പ്രകാശിച്ച് ലഭിക്കാൻ വേണ്ടി കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം ദൈവദാസന്മാർ പരിശുദ്ധാത്മ നിയോഗത്താൽ രേഖപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം ജീവനുള്ള, ചൈതന്യമുള്ള, ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ വചനം നമുക്ക് പ്രകാശിച്ച് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. അതിന് നാം വളരെ പ്രാർത്ഥനയും സമർപ്പണവും ഉള്ളവരായിട്ടിരിക്കുമ്പോൾ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. എന്നെ ഈ തിരുവെഴുത്ത് പഠിപ്പിക്കാൻ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന, സഹോദരന്മാരെ, നിങ്ങൾക്ക് വരുവാനെന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതെന്ന് ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ എന്ന് അവിടെ എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ വേദഭാഗം രേഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കൽപ്പനയാൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് രേഖപ്പെടുത്തി തരുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലായിരുന്നു, വ്യാപാരത്താലായിരുന്നു ആരാഞ്ഞന്വേഷിച്ചത്. ഇതുവരെ നാം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ വചനം കേൾക്കുമ്പോൾ ഈ വിലയേറിയ സത്യങ്ങൾ അറിയാനുള്ള ഒരു വലിയ വെമ്പലുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ അത് പഠിക്കുവാനായിട്ട് കഴിയും. ആ വിധത്തിൽ പഠിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തു, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ. അതിനാധാരമായിട്ടുള്ള വാക്യം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൽ തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ മഹാജ്ഞാനിയായ, കരുണാസമ്പന്നായ, സർവശക്തനായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരാണ്. അപ്പോൾ പൗലോസിനെ കൊണ്ട് കർത്താവ് അവിടുത്തെ പരമാധികാര ഹിതത്താൽ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരാണ്. എന്തുകൊണ്ട് അവരെക്കുറിച്ച് തിരുവെഴുത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആ തെസ്സലോനിക്ക വിശ്വാസികളുടെ പ്രത്യേകതകളൊക്കെ ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒരു വലിയ പ്രത്യേകത, അവർ അന്നുള്ള സഭകൾക്ക് ഒക്കെയും മാതൃകയുള്ള ജീവിതം നയിച്ചവരായിരുന്നു. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ നോക്കുക. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നു. അതുകൊണ്ട് മക്കെദോന്യയിലും അഖായിലും മാത്രമല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ മാതൃകയുള്ളവരായി തീർന്നു. അപ്പോൾ ഈ വിശ്വാസികൾ മക്കെദോന്യയിലുള്ള സഭകൾക്കും അഖായിലുള്ള വിശ്വാസികൾക്കും മാത്രമല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഇന്ന് വചനം പഠിക്കുന്ന നമുക്കെല്ലാവർക്കും, വീണ്ടും ജനിക്കുന്ന എല്ലാവർക്കും, രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും മാതൃകയുള്ള ജീവിതം നയിച്ചവരായിരുന്നു
ഈ തെസ്സലോനിക്ക വിശ്വാസികൾ. അങ്ങനെയെങ്കിൽ ഏതെല്ലാം വിഷയത്തിലായിരുന്നു ഇവർ മാതൃകാ ജീവിതം നയിച്ചിരുന്നത്? ഒന്നാമതായിട്ട് നാം ഈ ലേഖനം പഠിക്കുമ്പോൾ അറിയാം, ഇവർ ദൈവവചനം കൈക്കൊള്ളുന്ന കാര്യത്തിൽ, ദൈവവചനം സ്വീകരിക്കുന്ന കാര്യത്തിൽ, അനുസരിക്കുന്ന കാര്യത്തിൽ മാതൃകയുള്ളവരായിരുന്നു. അതാണ് 1 തെസ്സലോനിക്കർ 1:6. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഇനി ഈ വേദഭാഗത്തോട് ചേർത്ത് ഒരു വേദഭാഗം കൂടെ ശ്രദ്ധിക്കാം. 1 തെസ്സലോനിക്കർ 2 13 വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 2 13 വാക്യം. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസികളിൽ, തെസ്സലോനിക്കയിലുള്ള സഹോദരന്മാരിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കത്തക്കവണ്ണമായിരുന്നു അവർ വചനം കൈക്കൊണ്ടത്. സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടു. അപ്പോൾ ദൈവവചനം സ്വീകരിക്കുന്ന കാര്യത്തിൽ, അനുസരിക്കുന്ന കാര്യത്തിൽ, കൈക്കൊള്ളുന്ന കാര്യത്തിൽ അവർ മാതൃകയുള്ളവരായിരുന്നു. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത, അവർ കർത്താവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ മാതൃകയുള്ളവരായിരുന്നു. 1 തെസ്സലോനിക്കർ 1:6 വാക്യം നമ്മളിപ്പോൾ ഉദ്ധരിച്ച വാക്യം തന്നെയാണ്. അവർ കർത്താവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ മാതൃകയുള്ളവരായിരുന്നു. അതെന്താ? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നു. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന, അപ്പോസ്തലന്മാരെ അനുഗമിക്കുന്ന കാര്യത്തിൽ ഇവർ മാതൃകയുള്ളവരായിരുന്നു. ഇനി മൂന്നാമതായിട്ടോ, അവരുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. നമ്മുടെ കുറിവാക്യം ശ്രദ്ധിച്ചാൽ അറിയാം. 1 തെസ്സലോനിക്കർ 1:4. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ അവരുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്ന കാര്യത്തിൽ അവർ നമുക്കെല്ലാവർക്കും മാതൃകയുള്ളവരായിരുന്നു. ഇനി നാലാമത്തെ അവരുടെ പ്രത്യേകത, കൂട്ടുസഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ, സഹോദരന്മാർ മാതൃകയുള്ളവരായിരുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 9-10 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4 9-10 വാക്യങ്ങൾ. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അന്യോന്യം സ്നേഹിക്കണമെന്ന് കർത്താവിൽ നിന്നും ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിലെങ്ങുമുള്ള സഹോദരന്മാരോട് നിങ്ങൾ അങ്ങനെ തന്നെ ആചരിച്ചുവല്ലോ. ഇപ്പോൾ സഹോദരപ്രീതിയെക്കുറിച്ച് എഴുതുവാൻ ആവശ്യമില്ലാത്തവണ്ണം കർത്താവിൽ നിന്നും സ്നേഹത്തെക്കുറിച്ച് ഉപദേശം പ്രാപിച്ചിട്ട് അതവർ നടപ്പിൽ വരുത്തി. സഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, അത് ആചരിക്കുന്ന കാര്യത്തിൽ അവർ മാതൃകയുള്ളവരായിരുന്നു എന്നാണ് ഇവിടെ പഠിക്കാൻ കഴിയുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഇവരുടെ പ്രത്യേകത, 5ാമത്തെ പ്രത്യേകത, തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 1 വാക്യം. 1 തെസ്സലോനിക്കർ 1:9. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന കാര്യത്തിൽ ഇവർ മാതൃകയുള്ളവരായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ വിഗ്രഹങ്ങളും അതെല്ലാം വിട്ടിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിൽ, ദൈവത്തിൻ്റെ പരമാധികാര ഹിതത്തിലേക്ക് ഇവരുടെ ജീവിതത്തെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇവർ മാതൃകയുള്ളവരായിരുന്നു. ഇനി ആറാമതായിട്ടോ, കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ 1 വാക്യം, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന 1 വാക്യം. കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ, ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഇവർ മാതൃകയുള്ളവരായിരുന്നു. ഇനിയും ഏഴാമത്തെ ഇവരുടെ പ്രത്യേകത, 1 വാക്യത്തിൽ ഇവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും. എന്തോ മനോഹരമായ കാര്യമാണ്. 1 തെസ്സലോനിക്കർ 1:3. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരതയോർത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുകയാണ് പൗലോസ്. ഇങ്ങനെ 7 കാര്യങ്ങളിലായിരുന്നു ഇവർക്ക് പ്രത്യേകതയുള്ളത്. അതുകൊണ്ടാണ് ഇവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരായിത്തീർന്നത്. സമയം അനുസരിച്ച് നമുക്ക് അതൊന്നൊന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന, നമുക്ക് അനുഗമിക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതം വിജയകരമായി തീരുന്ന അനേക ആത്മീയ സത്യങ്ങൾ ഇതിൽ നിന്നും പഠിച്ചെടുക്കാൻ കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇവർ കർത്താവിൻ്റെ വചനം കൈക്കൊള്ളുന്ന കാര്യത്തിൽ ഇവർ വളരെ മാതൃകയുള്ളവരായിരുന്നു. ഈ തെസ്സലോനിക്ക വിശ്വാസികൾ സുവിശേഷത്തിൻ്റെ സത്യവചനം കേട്ട് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച ആ പശ്ചാത്തലം എന്ന് പറയുന്നത്, അവർ അനുകൂല സാഹചര്യങ്ങളിലല്ലായിരുന്നു ഈ ദൈവവചനം കേട്ടത്. പിന്നെയോ
ഏറ്റവും പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരുന്നു തെസ്സലോനിക്ക വിശ്വാസികൾ സത്യത്തിൻ്റെ വചനം, സുവിശേഷത്തിൻ്റെ സത്യവചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ചത്. അവർ അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട ആ പശ്ചാത്തലം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ. അവർ അംഫിപ്പൊലിസിലും അപ്പൊലോനിയയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. യാസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെ നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. യഹൂദന്മാരുടെ പ്രത്യേകത നിലവിളിച്ചു പറഞ്ഞു, ആർത്ത് വിളിച്ചു പറഞ്ഞു. ഇവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാർ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഇനി മാത്രമല്ല, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത്, യഹൂദയിലുള്ള ക്രിസ്തു സഭകൾക്ക് നിങ്ങളും അനുകാരികളായി തീർന്നു. എന്താണ്? അവർ യഹൂദന്മാരാൽ അനുഭവിച്ച് നിങ്ങൾ സ്വന്തം ജാതിക്കാരാൽ അനുഭവിച്ചല്ലോ. അപ്പോൾ യഹൂദന്മാരാലുള്ള ദുരിതം മാത്രമല്ല, സ്വന്തം ജാതിക്കാരാലുള്ള പ്രതിസന്ധികളും ഈ തെസ്സലോനിക്ക വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുള്ള കാരണത്താൽ, വചനം കൈക്കൊള്ളുന്ന കാരണത്താൽ. മാത്രമല്ല, 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം പഠിച്ചാൽ അറിയാം. അവിടെ പൗലോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അതുകൊണ്ട് അഥേനയിൽ ഞങ്ങൾ തനിച്ചിരുന്നാലും വേണ്ടിയില്ല, ഈ കഷ്ടതയിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ശുശ്രൂഷകനായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ നേരിടുന്ന കഷ്ടമെന്ന് പറയുന്നത് കുലുങ്ങിപ്പോകത്തക്കവണ്ണം, ഇളകി മറിയത്തക്കവണ്ണം, ചഞ്ചലചിത്തരാകത്തക്കവണ്ണം, പിന്മാറിപ്പോകത്തക്കവണ്ണമുള്ള കഷ്ടതയായിരുന്നു. കഷ്ടതയുടെ കഠിന ശോധനയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടതയുടെ മധ്യത്തിൽ ഈ തെസ്സലോനിക്ക വിശ്വാസികൾ വചനം കൈക്കൊണ്ടു. എങ്ങനെയാണ് കൈക്കൊണ്ടത്? ആ കഷ്ടതയൊക്കെ ആണെന്നും പറഞ്ഞ് നിരാശയോടല്ല കൈക്കൊണ്ടത്, പിന്നെയോ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കഷ്ടത എന്ന കഠിന ശോധനയിൽ സന്തോഷത്തിൻ്റെ സമൃദ്ധി. ഒരു പ്രത്യേകതയാണത്. 2 കൊരിന്ത്യർ 8:1 നോക്കിക്കേ. കഷ്ടത എന്ന കഠിന ശോധനയിൽ സന്തോഷത്തിൻ്റെ സമൃദ്ധി. ഇതുപോലെ തെസ്സലോനിക്കയിലുള്ള സഹോദരന്മാർ ദൈവത്തിൻ്റെ വചനം കേട്ട് കൈക്കൊണ്ടത്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചത് ഏറ്റവും കഷ്ടതയുടെ മധ്യത്തിലായിരുന്നെങ്കിലും അവളുടെ സന്തോഷത്തോടെയാണ് കൈക്കൊണ്ടത്. എന്താ കാരണം? അവിടെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവവചനം കേട്ടപ്പോൾ, അവർ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എന്തുകൊണ്ട്? അപ്പോസ്തലന്മാർ അവരോട് സുവിശേഷത്തിൻ്റെ സത്യവചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും വ്യാപാരത്തോടും ദൈവാത്മാവിൻ്റെ നിശ്ചയത്തോടും കൂടിയായിരുന്നു പ്രസംഗിച്ച് കേൾപ്പിച്ചത്. അത് മനസ്സിലാക്കണമെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം നോക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും അത്രേ നിങ്ങളുടെ അടുക്കൽ വന്നത്. ശ്രദ്ധിച്ചോ? അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിച്ച സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുക. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും അത്രേ നിങ്ങളുടെ അടുക്കൽ വന്നത്. സ്തോത്രം. അപ്പോൾ അപ്പോസ്തലന്മാർ എപ്പോഴൊക്കെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ
അപ്പോഴെല്ലാം വളരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയും വ്യാപാരത്തോടെയും വളരെ നിശ്ചയത്തോടും കൂടെയായിരുന്നു സുവിശേഷം അറിയിച്ചത്. എന്താ കാരണം? ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. ഈ സുവിശേഷത്തിൻ്റെ സത്യവചനം പ്രസംഗിക്കുന്നവർ എന്തു പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണമെന്നൊക്കെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ സത്യവചനം പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം, അല്ലെ ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ എങ്ങനെയായിരിക്കണം പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്തായിരിക്കണം പ്രസംഗിക്കേണ്ടത്? ലൂക്കോസ് 24:46-47 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിലെ 46-47 വാക്യം. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരെന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ഇടങ്ങളിലും ജാതികളിലും പ്രസംഗിക്കണം. അപ്പോൾ സുവിശേഷ പ്രസംഗത്തിൽ കഷ്ടം അനുഭവിച്ച ക്രിസ്തു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും, വേറെ എന്തെങ്കിലും പ്രസംഗിച്ചാൽ അത് സുവിശേഷമാകത്തില്ല, ദൈവത്തിന് പ്രസാദമല്ല. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെയായിരുന്നു പ്രസംഗിച്ചത്. ഉദാഹരണത്തിന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 1 കൊരിന്ത്യർ 2-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം ഉയർത്തി പ്രസംഗിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. ഇനി പത്രോസ് അപ്പോസ്തലനോ? അപ്പോസ്തല പ്രവൃത്തി 10:43 അദ്ദേഹം പ്രസംഗിച്ച് കേൾപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 10:43 അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര അനുസരണത്തോടെ പ്രസംഗിക്കുന്നു നോക്കിയേ. പ്രവാചകന്മാർ എഴുതിയ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. മാത്രമല്ല 3000 പേർ രക്ഷിക്കപ്പെടുവാനും പുതിയ നിയമസഭ ആരംഭിക്കുവാനായിട്ട് കർത്താവ് പത്രോസിനെ കൊണ്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം എന്താ പ്രസംഗിച്ച് കേൾപ്പിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 2:22. അപ്പോസ്തല പ്രവൃത്തി 2:22 ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളോ അവനെ അധർമ്മയുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടെ പ്രസംഗിച്ചപ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ടു. എന്താ കാരണം? കർത്താവ് പറഞ്ഞതുപോലെയായിരുന്നു പ്രസംഗിച്ചത്. ഇനി എങ്ങനെ പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തി 1:8. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവർ, ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ, സഭയിൽ ഓരോ ശുശ്രൂഷ ചെയ്യുന്നവരും എങ്ങനെ ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ചെയ്യണം. ഇതാണ് തിരുവചന സന്ദേശത്തിൻ്റെ, ബൈബിൾ ക്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ സന്ദേശത്തിൽ 1 തിരുവചനപ്രകാരം സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. 2 പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇന്ന് ലോകത്തിൽ എന്തുമാത്രം പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട് അല്ലേ? ശാസ്ത്രീയ വിശകലന പ്രസംഗങ്ങളുണ്ട്, മതപ്രഭാഷണങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയോ മനോഹരമായിട്ടാണ് പ്രസംഗിക്കുന്നത്. സാഹിത്യ പ്രസംഗങ്ങളുണ്ടല്ലേ, മനോഹരമായ സാഹിത്യവാക്കുകൾ തങ്ങളുടെ ഭാവനയുടെ കോർത്തിണക്കി കേൾവിക്കാരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന, മനം കവരുന്ന ഇഷ്ടംപോലെ സാഹിത്യ പ്രസംഗങ്ങളുണ്ട്. വളരെ മനോഹരമായ പ്രസംഗങ്ങളാണ്. നിങ്ങളുടെ പ്രസംഗങ്ങളുടെ മധ്യത്തിൽ തിരുവചന സന്ദേശത്തെ വേറിട്ട് വ്യത്യസ്തമായിട്ട് നിലനിർത്തിയിരിക്കുന്നത് അത് പ്രസംഗിക്കുന്ന ഉപദേശിമാരുടെ ഏതെങ്കിലും യോഗ്യതയല്ല, പിന്നെയോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ നാം സഭയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ. അപ്പോൾ സഭയിലൊരു ആത്മീയ ഗീതം പാടണമെങ്കിലും, സ്തോത്രം ചെയ്യണമെങ്കിലും, സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കണമെങ്കിലും, ആരാധനയ്ക്ക് ചിന്ത പറയുന്നെങ്കിലും അതെല്ലാം ആത്മാവ് നിറഞ്ഞവരായി ചെയ്യണം. വെറുതെ ചെയ്യരുത്. വെറുതെ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല.
ഈ തെസ്സലോനിക്ക വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാർ. നമ്മുടെ ബുദ്ധിയിലൊന്നും ചെയ്താൽ പോരാ, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തോടെ വേണം ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സഭയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെ ആത്മാവിൻ്റെ നിറവിൽ ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ ഉത്തരം യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യമാണ്. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. അനേക വാക്യങ്ങൾ, ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുവീൻ. ഈ ശുശ്രൂഷ ചെയ്യുന്ന ഞാനും കേൾവിക്കാരായ സഹോദരന്മാരും അവരവർക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. എങ്ങനെ ആത്മീയവർദ്ധന വരുത്തുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അനുഭവിക്കണം. അതിനെന്ത് ചെയ്യണം? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. ഏതാണ് ഈ അതിവിശുദ്ധ വിശ്വാസം? നമ്മളെ രക്ഷിച്ച വിശ്വാസമാണ്. ഒരു പാപിയായ മനുഷ്യനെ പരിശുദ്ധനാക്കി തീർക്കുന്ന, നിത്യമായ നാശത്തിലേക്ക് പോകേണ്ട മനുഷ്യനെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുന്ന, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസം അല്ലേ. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. കർത്താവിന് പൈസയൊന്നും കൊടുത്തല്ല, കഠിനാധ്വാനം ചെയ്തൊന്നുമല്ല, പിന്നെയോ കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മൾ കാരണമല്ല. അപ്പോൾ നമ്മളെ രക്ഷിച്ച ഒരു വിശ്വാസമുണ്ട്. അതേതാണ് ആ വിശ്വാസം? നമ്മളെ ദൈവമക്കളാക്കി തീർത്ത വിശ്വാസം ഏതാ? കൃപയാലുള്ള വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം. ഏതാണ് ഈ വിശ്വാസം? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലെ 20-ാമത്തെ വാക്യമാണ്. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ബ്രദറൻ സഭയിലെ സഹോദരന്മാർക്കെല്ലാം അറിയാം. അതുപോരാ, ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കും. നമ്മുടെ സഭയിൽ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടേതായ ഇഷ്ടങ്ങളൊന്നും നിറവേറ്റാൻ ശ്രമിക്കരുത്. നമ്മുടെ അഭിപ്രായങ്ങൾ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഞാനില്ല, പിന്നെയോ അവിടെ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ പരമാധികാരഹിതം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും, എല്ലാവർക്കും കർത്താവിനെ ഇഷ്ടമാണ്. നമ്മളാരെങ്കിലും നമ്മുടെ ജഡത്തെ ഉയർത്തുമ്പോഴാണ് സഭയിലെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്. കർത്താവിനെ ഉയർത്തിയാലോ എല്ലാവരും വരുന്നത് കർത്താവിനെ ആരാധിപ്പാനാണ്, എല്ലാവരും കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനാണ് വരുന്നത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ സ്വയത്തെ മരിപ്പിച്ചുകൊണ്ട്, ഗലാത്യ ലേഖനം 5:24, ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കുക. എപ്പോൾ നമ്മൾ ആത്മാവിൻ്റെ നിറവിലാകും, ആ ആത്മാവിൻ്റെ നിറവിലാണ് നാം ശുശ്രൂഷ ചെയ്യണം. ആത്മാവ് നിറഞ്ഞവരായിട്ട് ഒരു സങ്കീർത്തനം വായിച്ചാലും, പാട്ടുപാടിയാലും, സ്തോത്രം ചെയ്താലും, ബൈബിൾ ക്ലാസ് എടുത്താലും, വചനം സൂക്ഷിച്ചാലും ഈ ആത്മാവിൻ്റെ നിറവിൽ ചെയ്യണം. അപ്പോൾ ശുശ്രൂഷ ആര് ചെയ്താലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി കേൾക്കുന്നവരെങ്ങനെയാണ് അത് കേൾക്കേണ്ടത്? സഭയിൽ സഹോദരന്മാർ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ കേൾവിക്കാരതെങ്ങനെയാണ് കേൾക്കേണ്ടത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം കേട്ടു. അതെല്ലാവരും കേൾക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒന്ന് നോക്കിയേ. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞാൻ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. പിന്നെ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ അത് അപ്പോസ്തലന്മാരുടെ വചനമായിട്ടല്ല കേട്ടത്, പിന്നെയോ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വിശദീകരണം? ഈ വചനം കേൾക്കുമ്പോൾ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വിശദീകരണം? അത് യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവചനം 66:2. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കണ്ടോ? അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ സാക്ഷാലാകുന്ന പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വിറയലോടെ, ഭയഭക്തിയോടെ, അനുസരണത്തോടെ വചനം കേൾക്കുക എന്ന്. അങ്ങനെ കേൾക്കുന്നവരിൽ ദൈവം കടാക്ഷിക്കും. എന്താ ദൈവത്തിൻ്റെ കടാക്ഷം?
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കടാക്ഷമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുവാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സഹോദരനായിരുന്നു ഞാൻ. എന്നെ രക്ഷയിലേക്ക് നയിച്ച ഒരു വേദഭാഗമുണ്ട്. അത് പറയുമ്പോഴാണ് എൻ്റെ ഈ വിഷയം ക്ലിയർ ആക്കാൻ കഴിയുന്നത്. കാരണം വചനസത്യങ്ങൾ നമ്മളോടുള്ള ബന്ധത്തിലും കൂടെ അത് അനുഭവമാകണമല്ലോ. വചനസത്യമായിരിക്കണം അത് നമുക്ക് അനുഭവം, നമ്മുടെ അനുഭവം മാത്രമല്ല, വചനസത്യം അനുസരിച്ച് നമുക്ക് അനുഭവം ഉണ്ടാകണം. എന്നെ രക്ഷയിലേക്ക് നയിച്ച വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 38-ഉം 39-ഉം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 38-ഉം 39-ഉം വാക്യങ്ങൾ. യേശുക്രിസ്തു അരുളിച്ചെയ്തു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അത്രേ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന, ഒരാൾ എന്നിൽ വിശ്വസിച്ചാൽ ആ ആളിൽ പരിശുദ്ധാത്മാവ് വരും. വന്നാൽ എങ്ങനെയാ? ജീവജലത്തിൻ്റെ നദി ഒഴുകുന്ന പോലെ ഒഴുകുമെന്ന്. എന്നാൽ ഞാൻ ചെറുപ്പം മുതലേ ഈ സുവിശേഷം കേൾക്കുന്ന ആളായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ സുവിശേഷ പ്രസംഗം നടന്നു. ഞാൻ മർത്തോമക്കാരായിരുന്നു. അപ്പോൾ സുവിശേഷ പ്രസംഗം നടത്തുക, ഞാൻ കേൾക്കും. ഒരു കാര്യം മനസ്സിലായി, മരിച്ചാൽ നരകത്തിൽ പോകുന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് രക്ഷിക്കപ്പെടാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നു പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞ് ഈ വചനം എന്നിൽ നിറവേറിയില്ല. അതെനിക്ക് വലിയ പ്രയാസമായി. കാരണം പരിശുദ്ധാത്മ ഉള്ളത്തിൽ വരാതെ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്? ഇനി പരിശുദ്ധാത്മ വന്നാൽ തോന്നലാണോ? അല്ല, കർത്താവ് പറയാണ് ജീവജലത്തിന് നദി ഒഴുകും. ഞാൻ എത്ര പ്രാവശ്യം ഏറ്റു വന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു കച്ച അരിവ് പോലും വന്നില്ല. ഇതെനിക്ക് വലിയ സങ്കടമായി. കാരണം മരിക്കുന്ന പറഞ്ഞാൽ നരകത്തിൽ പോകുന്ന കേസാണ്. അവിടെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദി ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാട്ടിൽ വന്നും പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനം നിറവേറിയില്ലല്ലോ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരും. അത് ഇന്നും അങ്ങനെയാണ്. അതൊരു പ്രത്യേക അനുഭവമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കർത്താവ് നമ്മളോട് ഏർപ്പെടുന്നത്. നമ്മൾ നിലവിളിച്ച് പറഞ്ഞാൽ കർത്താവ് ഉത്തരം തരും. ഞാൻ പറഞ്ഞ, കർത്താവെ ഇത്രയും നാൾ ഞാൻ ഈ സുവിശേഷം കേട്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് എനിക്ക് തന്ന പ്രേരണ, പ്രസംഗം കേൾക്കുക, സുവിശേഷ പ്രസംഗം കേൾക്കുക. ഞാൻ പിന്നെ 1986 മുതൽ 87 വരെ തുടർമാനമായിട്ടുള്ള സുവിശേഷ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ സത്യം പറയട്ടെ, എല്ലാ പ്രസംഗത്തിലൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല. കാരണം ചില ദൈവദാസന്മാരൊക്കെ ഈ രഹസ്യഭാവം ചെയ്തിട്ട് പ്രസംഗിക്കും. പിന്നെ അല്ലേ ജനങ്ങളൊക്കെ അറിയും, പിടിക്കപ്പെടും, പിന്നെ മുടക്കുന്നതില്ലേ. അപ്പോൾ അത്രയും കാലം അവർ ചെയ്ത പ്രസംഗത്തിലെങ്ങാനും പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മ ദുഃഖിച്ചിരിക്കുകയല്ലേ. ചിലർ ബുദ്ധിയിലും പ്രസംഗിക്കും. എന്നാൽ അതുകൊണ്ട് ഞാൻ പല പ്രസംഗം കേൾക്കാനായിട്ട് പോയി. എന്നാൽ 1987 ഒരു ദൈവദാസൻ ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടെ പ്രസംഗിച്ചപ്പോൾ ഞാനൊരു പന്തലിൻ്റെ മൂലയിരുന്ന്, കർത്താവ് എന്നോട് ഏർപ്പെടണേ, ഞാൻ അനുസരിക്കാമേ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. അന്ന് രാത്രിയിലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് ശക്തിയോടെ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി എന്നിൽ വ്യാപരിച്ചു. ഒരു വെളിപ്പാട്, ഒരു ചൈതന്യം. അതുവരെയും പഠിച്ച പോലെയല്ല. ഞാൻ പാപിയാണെന്ന് കർത്താവ് എന്നോട് പറയുക, നിനക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചതെന്ന് എന്നോട് പറയുക, ഉയർത്തെഴുന്നേറ്റെന്ന് പറയുക, നീ വിശ്വസിക്കുമെന്ന് പറയുക. ഞാൻ ഈ പഠിച്ചതുപോലെ അല്ലത്. അതെങ്ങനെയാണ്? ദൈവമക്കൾക്കറിയാം, രക്ഷിക്കപ്പെട്ടവർക്കറിയാം. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ച് ലഭിച്ചു. അന്ന് രാത്രി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നേ, ഞാൻ മഹാഭാവിയാണ്, ഇന്നു മുതൽ അവിടുത്തെ പൈതലായിട്ട് ജീവിക്കാമേ. ഹൃദയത്തിൽ നിലവിളിച്ച് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് വാഴിച്ചപ്പോൾ ഇത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയുടെ വ്യാപാരത്താൽ ഞാൻ വീണ്ടും ജനിച്ചു. ഒരു പഠനമല്ല, ഒരു സംഭവം. പഠിക്കണം നമ്മൾ, അതുപോരാ. പിന്നെ സംഭവം നമ്മളിൽ നടക്കണം. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ മുട്ടുമേൽ നിൽക്കും. ഇന്ന് രാവിലെ മുട്ടുമേൽ നിന്ന് ആരാധിച്ചു. അങ്ങനെ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവതേജസ് കൊണ്ട് നിറയും. പിന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇങ്ങനെ അനുഭവിക്കും. 35 വർഷമായിട്ട് എല്ലാ ദിവസവും അതിരാവിലെ ഈ പരിപാടി ചെയ്തിട്ട് മണിക്കൂറിൽ നിന്ന് വചനം പഠിക്കും. അപ്പോൾ എന്താ? പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. ആത്മനിറവിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ഇന്ന് രാവിലെ വീടുകളിൽ സുവിശേഷം അറിയിച്ചു. എന്തൊരു സന്തോഷമാണെന്നറിയാം. അത് പറയുന്ന ഘോഷിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കുകയല്ല, പിന്നെയോ ഘോഷിക്കുകയാണ്. അതെൻ്റെ സാക്ഷ്യത്തുള്ള ബന്ധത്തിൽ പറഞ്ഞു. ഇനി പൊതുവായിട്ട് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സത്യവചനം കേൾക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ അതിന് വിധേയപ്പെടുക.
മാനസാന്തരപ്പെടുക. അങ്ങനെ മാനസാന്തരപ്പെടുന്നവരുടെ ഹൃദയത്തിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലുള്ള വിശ്വാസം നടക്കുന്നത്. ശരിയാണോ? അപ്പോസ്തല പ്രവൃത്തി 15:8-9 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15:8-9 വാക്യങ്ങൾ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. ഈ വിശ്വാസം രക്ഷിക്കുന്നത്. എന്താണ്? പരിശുദ്ധാത്മാ ഹൃദയത്തിൽ വന്ന്, മാനസാന്തരപ്പെടുന്നവരുടെ ഹൃദയത്തിൽ, തകർന്ന നുറുങ്ങിയ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്ന്, എഫേസ്യർ 1:19 ചേർത്ത് പഠിച്ചാൽ അറിയാം, യേശുക്രിസ്തുവിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയഗീതങ്ങളാൽ തമ്മിൽ പ്രബോധിപ്പിക്കുക. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരല്ല, പിന്നെ പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാലോ? അതാണ് 42-ാം സങ്കീർത്തനത്തിന് 4-ാമത്തെ വാക്യം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്തോത്രവും സന്തോഷമായ സ്വരത്തോട് സമൂഹത്തിൽ നിന്ന് എന്നിൽ പകരുന്നു. അപ്പോൾ കേൾവിക്കാരിലേക്ക് ഇത് പകരുകയാണ്. അവിടെ തേജസ്സേറിയ ശുശ്രൂഷ നടക്കുകയാണ്. ആ സഭയിൽ മുഴുവനും ദൈവദയ ശുശ്രൂഷയാണ്. അവിടെ ചെറുപ്പക്കാർ ഓടി വരും, അനേകർ വരും. ദൈവസന്നിധി എത്രയോ മനോഹരമാണ്. കർത്താവേ, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അപ്പോൾ നാം തേജസ്സിലേക്ക് നടത്തപ്പെടും. അല്ലേ? എബ്രായലേഖനം 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തും. മാത്രം തേജസ്സിലേക്ക് നടത്തപ്പെട്ടാലോ? 2 കൊരിന്ത്യർ 3:18 തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇങ്ങനെ തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ സാക്ഷാലാകുന്ന പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചു. വിശ്വസിച്ചവരിൽ അതിങ്ങനെ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് തെസ്സലോനിക്ക വിശ്വാസികളെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ. അതാണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താ? അവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ ഇവർ മാതൃകയുള്ളവരായി തീർന്നു. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച്. 1 തെസ്സലോനിക്ക 1:6. അവർ രണ്ടാമത്തെ പ്രത്യേകത, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് പിന്നെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നു. കണ്ടോ? കർത്താവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും യേശുക്രിസ്തുവിനെ അനുകരിക്കണം. അപ്പോഴാണ് നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ വലിയ രക്ഷ ഒരുക്കിയപ്പോൾ തന്നെ കർത്താവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാനായിട്ട് കർത്താവ് ഒരു മാതൃക വെച്ചാ പോയത്. നമുക്കറിയാം, കർത്താവ് സഭയെ സമ്പാദിച്ച് സ്വന്തം രക്തത്താലാണില്ല. അപ്പോസ്തല പ്രവൃത്തി 20:28 വളരെ മനോഹരമായ വാക്യമാണ്. നിങ്ങളെ തന്നെയും കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും മേയിച്ചുകൊള്ളുവിൻ. എന്തോ മനോഹരമാണ്. സഭയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ്, കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ, ചങ്കിലെ ചോര കെടുത്ത് സമ്പാദിച്ച സഭ. ആ സഭയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഏർപ്പെടേണ്ടത്? ആ സഭയിൽ നമ്മൾ ഏർപ്പെടേണ്ടതുപോലെ ശുശ്രൂഷിക്കണമെങ്കിൽ കർത്താവ് വെച്ചിരുന്ന കാൽച്ചുവട്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ മാതൃക വെച്ചിരിക്കുന്ന ആ കാൽച്ചുവട് പിന്തുടരണം. അതാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമുക്ക് അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാനൊരു മാതൃക വെച്ചേച്ചു പോയി. പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ? അവൻ പാപം ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ വായിൽ വഞ്ചനയുമൊന്നുമില്ല. പിന്നെ 3-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, പിന്നെ ന്യായമായി വിധിക്കുന്നവരിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്ര ചെയ്തു. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുകയാണ്, കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന മാതൃകയാണ്. ഒന്ന്, കർത്താവ് പാപം ചെയ്തിട്ടില്ല. ഞാൻ ആരംഭത്തിൽ നിന്ന് വായിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്? കർത്താവ് ദൈവരൂപത്തിലിരിക്കെ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നവനാണ്. ലേവ്യപുസ്തകം 19:2 വായിക്കുന്ന, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ കർത്താവ് വിശുദ്ധനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്.
മാത്രമല്ല യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവിൽ പാപമില്ലെന്ന അല്ലേ. 1 യോഹന്നാൻ 3:5 അവനിൽ പാപമില്ല. ഇനി കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 5:21 നമുക്കറിയാവുന്ന വാക്യമാണ് അല്ലേ. അവൻ പാപം അറിയാത്തവനാണ്. അപ്പം പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. പിന്നെന്താ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതുന്ന കാര്യം എന്താ? പവിത്രനായ, നിർമ്മലനായ, നിർദോഷിയായ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തിനാണ്? കർത്താവിനെ അനുഗമിക്കുന്ന നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കണം. വളരെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചന പഠനത്തിലൂടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാപം ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ തന്നെ ഒരുക്കുക. എന്താ കാരണം? ഈ പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന് അടിമകളാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഒരു ശരിയായ അറിവ് എന്താ? പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ശരിയായ പ്രായോഗിക അറിവാണ്. പാപം ചെയ്യുന്നവർ പാപത്തിന് അടിമയാണ്. നമുക്ക് ഈ ലോകത്തെ ശ്രദ്ധിച്ചാലറിയാം. മദ്യപിക്കുന്നവർ ഇല്ലേ, തുടർച്ചയായിട്ട് മദ്യപിക്കുന്നവരെ കുറിച്ച് എന്താ പറയും? മദ്യപാനത്തിന് അടിമയാണെന്ന് പറയും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ അതിന് അടിമയാണെന്ന് പറയും. ഇതുപോലെ വിശ്വാസികളെക്കുറിച്ച് എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. ഈ വലിയ ലിസ്റ്റിൽപ്പെട്ട പാപമൊന്നും ചെയ്യുന്നില്ലേലും ചെറിയ ചെറിയ പാപങ്ങൾ, ഞാനെന്ന ഭാവം ഇല്ലയോ, ഹെഡ് വെയ്റ്റ് എന്നൊക്കെ പറയും. സഭയിൽ ഞാൻ പറയുന്ന പോലെല്ലാം നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള അല്ലെ വാശി, ദേഷ്യം, കോപം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്തുവാ? സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും. ആ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതെ സൂക്ഷിക്കണമെന്ന് എപ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ എന്തോ സംഭവിക്കും? ചെറിയ ചെറിയ പാപങ്ങളാണെന്ന് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടത്തില്ല. മുമ്പേ പറഞ്ഞ പോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ സൂക്ഷിപ്പാൻ കഴിയത്തില്ല. കാരണം യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, യെശയ്യാ 59:1, രക്ഷിപ്പാൻ കഴിയാത്തവൻ എൻ്റെ കൈ കുറുകിയിട്ടില്ല, പ്രാർത്ഥന കേൾക്കാത്തവൻ എൻ്റെ ചെവി മന്ദമായിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? പഴയ നിയമ വിശുദ്ധന്മാർ പറയാണ്, എന്നെ നിങ്ങളെ അകറ്റുന്ന നിങ്ങളുടെ ആകൃത്യമാണ്. അപ്പോൾ ചെറുതും വലുതുമായ പാപം ഏതായിരുന്നാലും അത് ദൈവത്തിൽ നമ്മൾ അകന്നു പോകും. പിന്നെ നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടാതിരിക്കും. പിന്നെ നമ്മുടെ ബുദ്ധിയിൽ ഓരോന്ന് ചെയ്യും. അപ്പോഴാണ് സഭയിലൊന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമില്ലാതെ അങ്ങ് മങ്ങി മയങ്ങിപ്പോവും. പാട്ട് പാടുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അത് നമ്മൾ വചനം കേൾക്കുമ്പോഴും അതുപോലെ തന്നെ വചനം സൂക്ഷിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും അനുഭവിക്കണം. അത് അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളിപ്പോൾ ഈ ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അനുഭവിക്കുന്നുണ്ടോ? ശുശ്രൂഷ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞാൽ മതി, പാപമൊക്കെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ഈ വിശ്വാസിയും പാപം എന്നുള്ള വിഷയം നമ്മളിങ്ങനെ പഠിച്ചാലറിയാം. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമുക്കത് പഠിക്കാൻ കഴിയും. ഒന്ന്, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിലുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്നത് അവന് പാപം ചെയ്യാൻ കഴിയത്തുമില്ലെന്ന്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ അതേ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞ് നമ്മെ തന്നെ വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ഒരേ ലേഖനത്തിൽ തന്നെ പറയുകയാണ് നമുക്ക് പാപമില്ലെന്ന് നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. അടുത്ത് പറയുകയാണ് ദൈവത്തിന് ജനിച്ചവനാരും പാപം ചെയ്താൽ ചെയ്യാൻ കഴിയത്തില്ല. എന്താ അതിൻ്റെ വ്യത്യാസം? എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന്, നാം പാപത്തിൽ തുടരത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശദീകരണം. ഒരു കുറവ് വന്നാൽ അപ്പം തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും, പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടത്തില്ല. രണ്ടാമത്തെ വിശദീകരണം, ഈ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു വലിയ പ്രത്യേകത, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ അറിയാം. എഫേസ്യർ 4-ന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. അവിടെ 2 വ്യക്തിത്വം കാണാൻ കഴിയും. ഒന്ന്, പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യൻ, ആദാമ്യ പ്രകൃതിയുള്ള മനുഷ്യൻ.
2, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. 2 മനുഷ്യരെ അവിടെ കാണുന്നത്. ഒന്ന്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിൽ തട്ടി വീഴുന്ന മനുഷ്യൻ, ഹെഡ് വെയിറ്റൊക്കെ കാണിക്കുന്ന മനുഷ്യൻ, വഴക്കുണ്ടാക്കുന്ന മനുഷ്യൻ, ആദാമ്യ പ്രകൃതിയുള്ള മനുഷ്യൻ. 2, ക്രിസ്തുവിനനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ച് കൊലോസ്യർ 3:9 വായിക്കുന്നത്. കൊലോസ്യർ 3:9, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. ഞാനത് വായിച്ചങ്ങ് സന്തോഷിക്കാറുണ്ട്. പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കും. നമ്മളെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായി ധ്യാനിക്കുന്ന മനുഷ്യൻ, അസത്യത്തിൽ രസിക്കാതെ സത്യത്തിൽ രസിക്കുന്ന മനുഷ്യൻ, അധാർമ്മയിൽ രസിക്കാതെ ധാർമ്മയിൽ രസിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന മനുഷ്യൻ, സ്വർഗത്തിലെത്തി ദൈവമഹത്വം കാണുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ പാപം ചെയ്യത്തില്ല. എന്നാൽ ആ പഴയ മനുഷ്യനുണ്ടല്ലോ, അവൻ പാപം ചെയ്യും. അപ്പോൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോട് ഉരിഞ്ഞു കളയുക, ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ജഡമനസ്സിൻ്റെ അഭിലാഷത്തെ ക്രൂശിക്കുക എന്നാണ്. ഈ ക്രിസ്തുയേശുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോളിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാരംഭത്തിലൊക്കെ ചിന്തിച്ചു, എങ്ങനെ അപ്പനെ ഈ ശരീരമൊക്കെ ക്രൂശിക്കുന്നത്. പിന്നെ ഈ വചനമൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ജഡമനസ്സിൻ്റെ ഈ ശരീരാവയവങ്ങളെ നിയന്ത്രിക്കുന്ന ജഡമനസ്സിൻ്റെ അഭിലാഷത്തെ ക്രൂശിക്കുക. അതിനെന്ത് ചെയ്യണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസയുടെ ഇരിപ്പത്തിൽ ഇരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. ചിന്തയിലെങ്ങാണം ഒരു തെറ്റ് വന്നാൽ ഞാൻ അപ്പം തന്നെ വചനത്താൽ ആ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട വചനം അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങും. അല്ലാതെ വേറെ എൻ്റെ മുമ്പിലെങ്ങും മാർഗമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ഹൃദയത്തിൽ അങ്ങോട്ട് നിറയുമ്പോൾ എല്ലാ തെറ്റായ ചിന്തയും മാറിക്കിട്ടും. ചിന്ത അങ്ങോട്ട് കൂടുമ്പോഴാണ് പിന്നെ പ്രവൃത്തിപഥത്തിലേക്ക് വരുന്നത്, നോട്ടത്തിലേക്കും അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് വരുന്നത്. അങ്ങോട്ട് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ യഹോവ ന്യായപ്രമാണം സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ മഹാജ്ഞാനിയായ ദൈവം ഇങ്ങനെ എഴുതി തരുമോ? നമ്മളെക്കാളും ജ്ഞാനിയാണല്ലോ ദൈവം. രാപ്പകലെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോഴും കാർ ഓടിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. അപ്പോൾ പാപം ചെയ്യാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് നമുക്ക് കർത്താവ് വെച്ചേക്കുന്ന മാതൃക എന്ന് പറയുന്നത്, പാപം ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ വായിൽ വഞ്ചനയില്ല. കർത്താവിൻ്റെ വായിൽ വഞ്ചനയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ കർത്താവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും വഞ്ചിക്കപ്പെടത്തില്ല. കർത്താവിനെ അനുഗമിക്കുന്നവരുണ്ടല്ലോ, ഒരിക്കലും 35 വർഷമായി എന്നും മുട്ടുകുത്തി സ്തോത്രം ചെയ്യുക. ഈ കർത്താവിനെ കണ്ട നാൾ മുതൽ ഈ കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. ദൈവഭക്തൻ പാടിയത്, യഹോവ എനിക്ക് ചെയ്ത സകലകുമാരൻ ഞാൻ എന്ത് പകരം ചെയ്യും, എന്ത് പകരം കൊടുക്കുമെന്ന് പറയത്തക്കവണ്ണം അത്ര വിശ്വസ്തനാണ്. ഒരു വഞ്ചനയില്ല. കർത്താവിനെ വിട്ട് യാത്ര ചെയ്താലോ, സദൃശവാക്യം 16:25 വായിച്ചാൽ അറിയാം. സദൃശവാക്യം 16:25, ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ വഴി അവന് ചൊവ്വായി തോന്നും, അവൻ്റെ അവസാനമോ മരണവഴി. വിശ്വാസ കുടുംബത്തിൽ നിന്ന് എത്ര പേരാ തെറ്റാ വഴിയിലേക്ക് പോകുന്നത്? എന്താ കാരണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കാതെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായിട്ട് തോന്നും. ചില ബിസിനസ്സോ ചില ബന്ധങ്ങളോ ചില കാര്യങ്ങളോ ചില പ്രശ്നങ്ങളോ ഒക്കെ ചൊവ്വായിട്ട് തോന്നും. സഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ചൊവ്വായിട്ട് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. കുറച്ചു നേരം പിണങ്ങിയിരുന്നാൽ, ആ സഹോദരൻ പിണങ്ങിയിരുന്നാൽ ചൊവ്വായിട്ടിരിക്കുമെന്ന് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. ചിലർ വാശി പിടിച്ചിരിക്കുന്നത്, കണ്ടാൽ മിണ്ടാതിരിക്കുന്നത്, അത് ചൊവ്വാണെന്ന് തോന്നാം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായിട്ട് തോന്നാം, പക്ഷേ അതിൻ്റെ അവസാനമോ മരണവഴി എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് ജീവനുണ്ട്, പക്ഷേ നീ മരിച്ചവനാ. അതാ മരണവഴി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ലോകമനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 കാര്യത്തിലെടുക്കാം നമുക്ക്. അവൻ നിത്യമായ പാതാളത്തിലേക്ക് പോകും. ഒരു വിശ്വാസിയാണെങ്കിലോ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറിയിട്ട് ജീവിച്ചാൽ അവൻ്റെ ആത്മീയ ജീവൻ്റെ ചൈതന്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുകയാണെങ്കിലോ അവർ ഒരിക്കലും വഞ്ചിക്കപ്പെടത്തില്ല. മാത്രമല്ല അവരാരെയും വഞ്ചിക്കത്തുമില്ല. എന്താ കാരണം? യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുക എന്നാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിച്ചാൽ എന്താ? യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കും. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കും. അതാണ് 101-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്.
101 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ, 101 സങ്കീർത്തനം 2-ാമത്തെ വാക്യം, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്ന നമ്മുടെ വീട്ടിലാണ്. നമുക്ക് എന്തുമാത്രം കോപം ഉണ്ടെന്നുള്ളതും എത്ര ക്ഷമയുണ്ടെന്നുള്ളതും എത്ര സഹനശക്തി ഉണ്ടെന്നുള്ളതും നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് വീട്ടിലാണ്. കാരണം കൂടുതൽ സമയം വീട്ടിലാണല്ലോ ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ജീവിതത്തിൽ നമ്മളിത് ട്രെയിനിങ് വരണം. എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ എൻ്റെ സഹോദരന്മാരെക്കുറിച്ച് നിഷ്കളങ്കമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കും. എൻ്റെ സഹോദരന്മാരെക്കുറിച്ച് ഞാൻ നിഷ്കളങ്കമായിട്ട് പ്രസംഗിക്കും. ഇങ്ങനെ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെടുത്തുമില്ല, ആരെയും വഞ്ചിക്കത്തില്ല, മുഖസ്തുതി ഒന്നും പറഞ്ഞ് വഞ്ചിക്കത്തില്ല, മറ്റൊരു തരത്തിലും വഞ്ചിക്കത്തില്ല. അവർ കർത്താവിനെ അനുഗമിക്കും, അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരായിരിക്കും. അവൻ്റെ വായിൽ വഞ്ചനയില്ല. പിന്നെ എഴുതിയിരിക്കുന്നത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. കർത്താവ് എൻ്റെ ഒരു വലിയ പ്രത്യേകത, തന്നെ ശകാരിച്ചിട്ട് കർത്താവ് പകരം ശകാരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹിഷ്ണുതയ്ക്ക് കർത്താവ് മാതൃകയായിരുന്നു. കർത്താവിനെ പിന്തുടരുന്നവരും അങ്ങനെ ആയിരിക്കണം. നാം മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 55 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചാൽ അറിയാം. കർത്താവിനെക്കുറിച്ച് എഴുതിയതിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 55 മുതലുള്ള വാക്യങ്ങൾ. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു, കണ്ടില്ലതാനും. അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ, ഞാൻ കൈപ്പണിയായി മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണി അല്ലാത്ത മറ്റൊന്ന് പണിയെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. അപ്പോൾ മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയിരുന്നു. ഉണ്ടോ? ഇത്രേ എതിരായിട്ട് കർത്താവിനെതിരായിട്ട് പറഞ്ഞപ്പോഴും മിണ്ടാതെയിരുന്നു, ഉത്തരം പറയാതെയിരുന്നു. എന്താ? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ഇവിടെ സമയമാകുന്നല്ലോ. കർത്താവിനെ അനുഗമിക്കുന്നവരങ്ങനെയാണ്. കർത്താവിനെ അനുഗമിച്ച അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളുടെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:1 അല്ലേ? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്നവൾ നിങ്ങളും എൻ്റെ അനുകാരികളാണ്. അപ്പോൾ പൗലോസ് ക്രിസ്തുവിനെ അനുകരിച്ചെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ ക്രിസ്തുവിനെ അനുകരിച്ച പൗലോസിൻ്റെ പ്രത്യേകത? ഒരൊറ്റ വാക്യം പറഞ്ഞ് നിർത്താം. തിമത്തിയോസ് 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, 2 തിമത്തിയോസ് 2:10. ക്രിസ്തുവേശുള്ള രക്ഷ നിത്യ തേജസ്സോടെ എൻ്റെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി സകലതും സഹിക്കുന്നു. അപ്പോൾ സഭയിലെ സഹോദരന്മാർ വന്ന് ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ശുശ്രൂഷ ചെയ്യുന്നതിനും നമ്മൾ എന്ത് ചെയ്യണം? സഹിക്കണം. സഹിപ്പിക്കരുത്, സഹിക്കുക. അപ്പോൾ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാത്ത ക്രിസ്തുവിനെ അനുഗമിക്കുക. അപ്പോൾ നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായിത്തീരും. പിന്നെ തുടർന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കുക. ഇപ്പോൾ സമയമായതാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. തെസ്സലോനിക്ക വിശ്വാസികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ. എന്താ കാരണം? ഒന്നാമത്തെ കാരണം നമ്മൾ ചിന്തിച്ചു, അവർ കഷ്ടത മധ്യത്തിൽ വചനം കൈക്കൊണ്ട്. എങ്ങനെയാ? പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തോടെ. എന്തുകൊണ്ട്? അവർ വളരെ സാക്ഷാലാകുന്നത് പോലെ ഭക്തിയോടെ, ഭയത്തോടെ, അനുസരണത്തോടെ കൈക്കൊണ്ടു. അവരത് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കത്തക്കവണ്ണം അവർ സമർപ്പണമുള്ളവർ വിശ്വസിച്ചു, അനുസരിച്ചു. 2, അവർ ക്രിസ്തുവിനെ അനുഗമിച്ചു. ഏതെല്ലാം കാര്യത്തിലാണ് ചിന്തിച്ചു? 1, പാപം ചെയ്യാതെ ജീവിച്ചു. 2, വഞ്ചനയില്ലാതെ ജീവിച്ചു. 3, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ കാഴ്ചയുടെ പിന്തുടരുവാൻ അവർ തങ്ങളെ സമർപ്പിച്ചു. സൗമ്യതയും താഴ്മയും എല്ലാം സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ചും കർത്താവ് പറയും, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന കോട്ടയം സഭയിലുള്ള സഹോദരന്മാരെ, അങ്ങനെ പറയുവാൻ, അല്ലെ ഐമനത്ത സഭയിലെ സഹോദരന്മാരെ, ചുറ്റുപാടുമുള്ള ആര് തന്നെയാണ് അവരുടെ പേര് പറഞ്ഞ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.